ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ എങ്ങനെ 5 സെക്കൻഡിനകത്ത് സോൾവ് ചെയ്യാൻ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ബെന്നി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 24 ഡേയ്സ്, ചേത്തൻ ഇൻ 36 ഡേയ്സ് ആൻഡ് ഡേവിഡ് ഇൻ 48 ഡേയ്സ്. മൂന്നിൻ്റെ എൽസിയം എടുക്ക്. ഓക്കെ, ദാറ്റ് ഈസ് 12 മൾട്ടിപ്പിൾ 144. എൽസിയം ഈസ് ടോട്ടൽ വർക്ക്. എൽസിയം ഈസ് ടോട്ടൽ വർക്ക്. അപ്പോൾ ബെന്നിയുടെ എഫിഷ്യൻസി വരുന്നത് 6ഉം, ഇനി ചേത്തൻ്റെ എഫിഷ്യൻസി വരുന്നത് 4ഉം, ഇനി ഡേവിഡിൻ്റെ എഫിഷ്യൻസി വരുന്നത് 3ഉമാണ്. ഓക്കെ, ഇനി ദേ ബിഗിൻ ദ വർക്ക് ടുഗദർ. ഹവർ ബെന്നി ലീവ്സ് 4 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ഇനി ട്രിക്ക് എവിടെയാണ്? ബിഫോർ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യണം. ഓക്കെ, അവസാനത്തിന് മുമ്പേ, അവസാനിക്കണേക്കാട്ട് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണം. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ലെഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ 1, 2, 3 ദിവസത്തിന് ശേഷം ഹി ലെഫ്റ്റ് ആഫ്റ്റർ 3 days ബിഗിനിങ് ഓഫ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ മൈനസ് ചെയ്യണം. ഇവിടെ എന്താണ്? ബിഫോർ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം. ആര് ലെഫ്റ്റ് ചെയ്ത? ബെന്നി ലീവ്സ് 4 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. അപ്പോൾ ഈ 144 ബെന്നിയുടെ 4 into 4 ദിവസം ബിഫോർ എന്നല്ല പറയും, പ്ലസ് ചെയ്യണം. ഇനി 4 into ബെന്നിയുടെ എത്ര എഫിഷ്യൻസി ഇൻറ്റു 6, ഇനി പ്ലസ് ചേതൻ ലീവ്സ് 10 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്, ദാറ്റ് ഈസ് 10 into ചേതൻ്റെ എഫിഷ്യൻസി എത്ര? 4. ഓക്കെ, ഡേവിഡ് വർക്ക്സ് ടിൽ ദ എൻഡ് കംപ്ലീറ്റ്സ് ദ വർക്ക്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് വർക്ക് വാസ് കംപ്ലീറ്റഡ്. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി 6 + 10 13 ഡിവൈഡ് ബൈ 13 നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണ് 5 സെക്കൻഡിൽ ചെയ്യാം. ദാറ്റ് ഈസ് 208/13, ദാറ്റ് ഈസ് 16. ഇനി ഇതിനും ട്രിക്ക് എന്ന് വെച്ചാൽ 3ന്റെ ഏത് മൾട്ടിപ്പിൾ 8 എത്താ? ദാറ്റ് ഈസ് 3 into 6 അല്ലേ 18. അപ്പോൾ ലാസ്റ്റിൽ എന്തായാലും ഒരു 6 വേണ്ടേ? 6 ഉള്ള ഒരേ ഓപ്ഷൻ ഉള്ളൂ, ദാറ്റ് ഈസ് 16. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. കാണിച്ചു തരാം. നോക്ക്, ഫസ്റ്റ് ഓഫ് ഓൾ ബെന്നി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്. ടൈം ടേക്കൺ ബൈ ബെന്നി ഈസ് ഹൗ മെനി ഡേയ്സ്? is 24 days. And time taken by Chetan is how many days? Time taken by Chetan is 36 days. And time taken by David is 48 days. നോക്ക്, 24 എന്ന് പറയുമ്പോൾ 12 into 2 ആണ്, 36 എന്ന് പറയുമ്പോൾ 12 into 3 ആണ്, 48 എന്ന് പറയുമ്പോൾ 12 into 4 ആണ്. അപ്പോൾ എന്തായാലും LCM എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 12 into എന്ന് വരുള്ളൂ. 12 into, ഇനി നോക്ക് ബാക്കിയുള്ള സംഖ്യ എത്ര? 2, 3, 4. ഇനി 2ന്റെയും 4ന്റെ LCM എത്ര? 4 തന്നെയാണ്. അപ്പോൾ 4 into 4, അത് കഴിഞ്ഞിട്ട് into 3. ഓക്കെ, അവിടെ എത്ര കിട്ടുന്നത്? ദാറ്റ് വിൽ ബി 40, ദാറ്റ് ഈസ് 12 into 12, ദാറ്റ് ഈസ് 144 എന്ന് കിട്ടും. ഓക്കെ, ഇനി എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക. റൈറ്റ്, എഫിഷ്യൻസി 24ന്റെ ഏത് മൾട്ടിപ്പിളാണ് 144 വരുന്നത്? 24 into 6. ഓക്കെ, ഇനി 36 into എത്ര? 36 into 4. ഇനി 48 into എത്ര? 48 into 3 ആണ് 144 കിട്ടുന്നത്. അപ്പോൾ എഫിഷ്യൻസിയും കിട്ടി. ഇനി ട്രഡീഷണൽ മെത്തേഡ് വെച്ച് ആദ്യം പോവാം. ട്രഡീഷണൽ മെത്തേഡ് വെച്ച് പറയുന്നത് ദാറ്റ് ഈസ് BCD ആദ്യം വർക്ക് ചെയ്യാൻ തുടങ്ങി. BCD ആദ്യം വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവസാനത്തെ 4 ദിവസം മുമ്പ് ആര് ലെഫ്റ്റ് ചെയ്തു? B ലെഫ്റ്റ് ചെയ്തു. അവസാനത്തെ 4 ദിവസത്തിൽ B ഇല്ല. ഇനി നോക്ക്, ഇനി അവസാനത്തെ 10 ദിവസം മുമ്പ് ചേത്തൻ ലെഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര? ഇവിടെ അവസാനത്തെ ഇവിടെ 6, 6, 4, 10. ഇവിടെ C ഇല്ല, ചേത്തൻ ലെഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയും C ഇല്ല. ഓക്കെ, അവസാനത്തെ 4 ദിവസം മുമ്പ് B ലെഫ്റ്റ് അടിച്ചു. അവസാനത്തെ 10 ദിവസം മുമ്പ് C ലെഫ്റ്റ് അടിച്ചു. അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? ഈ ഒരു സെക്ടറിൽ ആരൊക്കെയുണ്ട്? ഈ ഒരു സെക്ടറിൽ നമ്മുടെ B ഉണ്ട്, A ഉണ്ട്. ഈ ഒരു സെക്ടറിലോ A ഉണ്ട്. ഓക്കെ, ഇവിടെ BC, സോറി എ എവിടെ വന്നു? സോറി ഡി ഈ ഒരു സെക്ടറിൽ D ഉണ്ട്, ഈ ഒരു സെക്ടറിലും D ഉണ്ട്. ഓക്കെ, BCD. ഓക്കെ, ഇനി ട്രഡീഷണൽ മെത്തേഡ് വെച്ച് നമ്മൾ പോകുമ്പോൾ ദാറ്റ് ഈസ് B + C + D. ഒരു എഫിഷ്യൻസി ഇവിടെ X ഡേയ്സ് ഉണ്ടെന്ന് വിചാരിക്കും. B + C + D എടുക്കുമ്പോൾ 10, 13 എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 6 + 4 10, 10 + 3 13, ദാറ്റ് ഈസ് 13 into X പ്ലസ് ദാറ്റ് ഈസ് ഇനി 6 into ഇവിടെ B ആൻഡ് D, ബിൻ്റെയും ഡിയുടെ എഫിഷ്യൻസി എടുക്കും. ബിൻ്റെയും ഡിൻ്റെയും പറയുമ്പോൾ 6 + 3 ദാറ്റ് ഈസ് 9 into 9. അവസാനം വെറും D മാത്രമേ ഉള്ളൂ. ഡിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3. എത്ര ദിവസമാണ്? ലൈക്ക് 4 ദിവസം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ വർക്ക്, ദാറ്റ് ഈസ് 144. റൈറ്റ്, ദാറ്റ് ഈസ് 13x + 54 + 12 should be equal to 144, and 13x will be equal to 144 minus 66. That is 13x will be equal to 78 and x will be equal to, that is 6. അവിടെ 6 എന്ന് കിട്ടി. ഓക്കെ, ഈ ടോട്ടൽ ഡേയ്സ് എത്രയാണ്? ഓക്കെ, ദാറ്റ് ഈസ് നോക്ക് 6, 12, 16. ഇങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡിൽ 16 ആൻസർ കിട്ടുക. ഇനി എൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 144 ഇല്ലേ, ആരാണോ ലെഫ്റ്റ് അടിച്ച ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക.
144 എന്ന് കണ്ടുപിടിച്ചു. ഞാൻ ആരെ ലെഫ്റ്റ് അടിച്ചത്? ബി ലെഫ്റ്റ് 4 days. അപ്പോൾ അവിടെ ബി ലെഫ്റ്റ് അടിച്ചില്ലേ, 4 ദിവസം മുമ്പ് ബി ലെഫ്റ്റ് അടിച്ചു. അപ്പോൾ ബിഫോർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. പ്ലസ് 4 ഇൻറ്റു 4 ദിവസം മുമ്പ് ബി ലെഫ്റ്റ് അടിച്ചു, 4 ഇൻറ്റു ബിയുടെ എഫിഷ്യൻസി ആരാണ് ലെഫ്റ്റ് അടിച്ച അയാളുടെ എഫിഷ്യൻസി പ്ലസ്. ഇനി ആൻഡ് ചേതൻ ലീവ്സ് 10 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ഇനി ചേതനോ 10 ഇൻറ്റു ചേതൻ എത്ര? 4. ഓക്കെ, ബൈ ഇനി ഡിവൈഡ് ബൈ ടോട്ടൽ, ദാറ്റ് ഈസ് 10 13. ഇനി ചെയ്ത് നോക്ക്, ദാറ്റ് ഈസ് 144 പ്ലസ് 24 പ്ലസ് 40 ബൈ 13, ദാറ്റ് ഈസ് 208 ബൈ 13, ദാറ്റ് ഈസ് ഈക്വൽ ടു 16. ഓക്കെ 16. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പി ക്യു ആർ വെൻ വർക്കിംഗ് ഇൻഡിവിജ്വലി കൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 36, 48, 144 days. അപ്പോൾ ടോട്ടൽ വർക്ക് വരുന്നത് 144. അപ്പോൾ ഇനി ദാറ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് പി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 36 ഇൻറ്റു എത്ര? 144. 36 ഇൻറ്റു 4 അതേപോലെ തന്നെ ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 48. 8 ഇൻറ്റു എത്ര? 4. 3, റൈറ്റ് 3. ആൻഡ് ആറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 1. ഓക്കെ, അത് സോർട്ട്. P, Q and R start working together. P leaves the job 12 days. No, 12 days before completion. ഞാൻ പറഞ്ഞു ടോട്ടൽ വർക്ക് 144 ആൻസർ പ്ലസ് 12 days മുമ്പ് R ലെഫ്റ്റ് അടിച്ചു. ദാറ്റ് ഈസ് P ലെഫ്റ്റ് അടിച്ചു. പിൻ്റെ എഫിഷ്യൻസി എത്ര? 4. ഇനി പ്ലസ് ആൻഡ് Q ലീവ്സ് 8 days ബിഫോർ കംപ്ലീഷൻ. 8 days മുമ്പ്, 8 ദിവസം മുമ്പ് ആരുണ്ടാവില്ല? Q ഉണ്ടാവില്ല. Qൻ്റെ എഫിഷ്യൻസി എത്ര? Qൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 3. ഓക്കെ 3. ഓക്കെ, R works from the beginning till the end of the job. Determine the total number of days taken by it to complete the job. That is divided by total LCM. Total എന്ന് വെച്ചാൽ 7 8. ഓക്കെ, 44 പ്ലസ് 48. അപ്പോൾ എത്ര വരുന്നത്? 144 പ്ലസ് 48 192. 192 പ്ലസ് 24 216 ബൈ 8 ചെയ്ത് എത്ര ആൻസർ? അതാണ് ആൻസർ. 8 16 2 5 56. ദാറ്റ് വിൽ ബി 27 days. ഓപ്ഷൻ സി. ഓക്കെ, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നോക്ക്, പിയുടെ എന്താണ്? പി ക്യു ആർ ക്യാൻ കംപ്ലീറ്റ് ഇൻ 36, 48 ആൻഡ് 144. പി ക്യു ആർ 36, 48, 144. അപ്പോൾ നമുക്കറിയാം LCM 144 ആകുള്ളൂ. ഓക്കെ, 36 ഇൻറ്റു 4 ആൻഡ് 48 ഇൻറ്റു 3 ആൻഡ് 144 ഇൻറ്റു 1. ഇതാണ് ഇവരുടെ എഫിഷ്യൻസീസ്. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നോക്ക്, ഇനി പി ലീവ്സ് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ടോട്ടൽ വർക്ക് എടുക്കുക. ടോട്ടൽ വർക്ക് വരും 144. ഇനി ബിഫോർ എന്ന് കണ്ട ആഡ് ചെയ്യേണ്ടത് എന്താ ആഡ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് പി ലീവ്സ് 12 days ബിഫോർ കംപ്ലീഷൻ. 12 days 12 ഇൻറ്റു പിയുടെ ഇത് എത്ര? എഫിഷ്യൻസി 4. 12 days. ഇനി പ്ലസ് അത് കഴിഞ്ഞിട്ട് പ്ലസ് ആൻഡ് ക്യൂ ലീവ്സ് 8 days ബിഫോർ ദ കംപ്ലീഷൻ. ഓക്കെ, ഇനി 8 days മുമ്പ് ആ ലെഫ്റ്റിന് ക്യൂര് എത്ര? 3. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? ടോട്ടൽ എത്ര? ദാറ്റ് ഈസ് 4 7 8. ഓക്കെ, ദാറ്റ് ഈസ് നോക്ക് 144 പ്ലസ് 48. ജസ്റ്റ് 140 പ്ലസ് 40 180. ഇനി എക്സ്ട്രാ എത്ര വരുന്നത്? 4 184. ഇനി എക്സ്ട്രാ എത്ര വരുന്നത്? 8. അപ്പോൾ 192. അപ്പോൾ 192 സെറ്റ്. 192 പ്ലസ് 24. അപ്പോൾ 196 പ്ലസ് 20. അപ്പോൾ 216. 216 ബൈ 8. ദാറ്റ് വിൽ ബി 8 16 2 ബാക്കി 5. ദാറ്റ് വിൽ ബി 7. 27 ഇസ് റൈറ്റ് ആൻസർ. 27 ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ അലോൺ ക്യാൻ ഡു എ വർക്ക് ഇൻ 14 days, 28 days, 56. അപ്പോൾ LCM ടോട്ടൽ വർക്ക് വരുന്നത് 56. ഇനി എയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4. ഓക്കെ, അതുപോലെ തന്നെ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 2. അതുപോലെ സിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1. ഓക്കെ, ദി സ്റ്റാർട്ട് ദ വർക്കിംഗ് ടുഗദർ ആൻഡ് കംപ്ലീറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ബി ഡസ് നോട്ട് വർക്ക് ഫോർ ദ ലാസ്റ്റ് 2 days. അവസാനത്തെ 2 ദിവസം ബി ഇല്ല. അപ്പോൾ 56 പ്ലസ് 2 ഇൻറ്റു ബിയുടെ എഫിഷ്യൻസി എത്ര? ഇൻറ്റു 2, റൈറ്റ്. ഓക്കെ, ഇൻറ്റു 2 പ്ലസ് അത് സോർട്ട്. ഇനി എ ഡസ് നോട്ട് വർക്ക് ഫോർ ദ ലാസ്റ്റ് 3 days പ്ലസ് 3 ഇൻറ്റു എയുടെ എഫിഷ്യൻസി എത്ര? എയുടെ എഫിഷ്യൻസി വരുന്നത് 4. ഓക്കെ, ഇനി എന്താക്കണം? ഇനി ഹൗ മെനി ഡേയ്സ് ടോട്ടൽ ഡസ് ദ വർക്ക് ഗെറ്റ് കംപ്ലീറ്റഡ്? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്ര? 6 7, റൈറ്റ്. ദാറ്റ് ഈസ് 56 പ്ലസ് 4 60. 60 പ്ലസ് 12 72. 72 ബൈ 7 ആണ് ആൻസർ. 5 സെക്കൻഡ് കിട്ടിയിട്ടേ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ നോക്ക്, A B C. ഓക്കെ, എ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ്? 14 days 14 ദിവസം. And B complete the work in 28 days. And C complete the work in 56 days.
ഇനി ഇതിൻ്റെ LCM എടുക്കുക. LCM 56 തന്നെയാണ് വരുന്നത്. 56 എന്ന് വെച്ചാൽ 14 ഇൻറ്റു 4, 28 ഇൻറ്റു 2, 56 ഇൻറ്റു 1. ഇതാണ് ഇവരുടെ എഫിഷ്യൻസീസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇനി ബിഫോർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഡസ് നോട്ട് വർക്ക് ഫോർ ദ ലാസ്റ്റ് 2 days. അവസാനത്തെ 2 ദിവസം, ലാസ്റ്റ് 2 days മുമ്പ് ലെഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇനി തുടക്കത്തിൽ തന്നെ ലീവ് അടിക്കുകയാണെന്ന് വെച്ചാൽ അവിടെ മൈനസ് ചെയ്യണം. ഇവിടെ എന്താ സിറ്റുവേഷൻ, ഇവിടുത്തെ കേസ് എന്താണ്, ഇവിടെ അവസാനത്തെ 2 ദിവസം മുമ്പ് അപ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് 56 ആഡ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ബി ഡസ് നോട്ട് വർക്ക് ഫോർ ദ ലാസ്റ്റ് 2 days. ബീൻ്റെ എഫിഷ്യൻസി 2 ഇൻറ്റു 2 4 പ്ലസ് ഇനി എ ഡസ് നോട്ട് വർക്ക് ഫോർ ദ ലാസ്റ്റ് 3 days. എൻ്റെ എത്ര 4 എഫിഷ്യൻസി, 4 ഇൻറ്റു 3 എത്ര 12 ബൈ ടോട്ടൽ, താഴ്ന്ന ടോട്ടൽ 4 + 6 + 1 7. ദാറ്റ് വിൽ ബി 60, 72 ബൈ 7. ദാറ്റ് ഈസ് ദ ആൻസർ ഗൈസ്. ഓപ്ഷൻ എ. ഓക്കെ, എ ബി സി ക്യാൻ ഡു എ വർക്ക് ഇൻ 10, 12, 15. അപ്പോൾ ടോട്ടൽ വർക്ക് വരുന്നത് 60. ടോട്ടൽ വർക്ക് LCM 60 വരുന്നത്. ഓക്കെ, ഇനി ദേ ബിഗിൻ ദ വർക്ക് ബട്ട് ആഫ്റ്റർ, നോക്ക് ഇവിടെ ആഫ്റ്റർ 3 days എന്ന് വന്നു. തുടക്കത്തിൽ നിന്ന് 3 ദിവസത്തിന് ശേഷം ആഫ്റ്റർ 3 days എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓർക്ക് അവിടെ മൈനസ് ചെയ്യണം. അതിന് ഞാൻ LCM ഇല്ല, ഞാൻ എഫിഷ്യൻസി പറഞ്ഞില്ല അല്ലേ. ഓക്കെ, എ എഫിഷ്യൻസി എന്താണ്, എ എഫിഷ്യൻസി 6, കാരണം 60 ഇൻറ്റു 10 ഇൻറ്റു എത്രയാണ് 60, 6. ഇനി ബീൻ്റെ 12 ഇൻറ്റു എത്രയാണ് 60, ദാറ്റ് ഈസ് 5. ഇനി സീൻ്റെ എത്ര എഫിഷ്യൻസി 15 ഇൻറ്റു എത്രയാണ് 60, 4. ഇനി ആഫ്റ്റർ എന്ന് വന്ന കാര്യം മൈനസ് ചെയ്യണം. ടോട്ടൽ വർക്ക് 60 നിന്ന് മൈനസ് ആരാണ് ആള്, ദാറ്റ് ഈസ് ദേ ബിഗിൻ ദ വർക്ക് ടുഗദർ ബട്ട് ആഫ്റ്റർ 3 days സി ലീവ്സ്. സീൻ്റെ എഫിഷ്യൻസി 3 ഇൻറ്റു 4 12. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്, 4 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക് ബി ലീവ്സ്. ബി അവസാനത്തെ 4 ദിവസം മുമ്പ് ലീവ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അവസാനം വാങ്ങിച്ചാൽ ആഡ് ചെയ്യണം. കാരണം ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 5 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 4. ഇനി താഴെയും സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ നമ്മൾ എപ്പോഴും ടോട്ടൽ എഫിഷ്യൻസി എടുക്കണ്ടേ. പക്ഷേ ഇവിടെ സി ആദ്യത്തെ 3 ദിവസം തന്നെ ഈ ലെഫ്റ്റ് അടിക്കുന്ന കാരണം ബാക്കിയുള്ള ദിവസങ്ങളൊന്നും സി ഇല്ല. അപ്പോൾ സീൻ്റെ എഫിഷ്യൻസി ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യ 3 ദിവസത്തിന് ശേഷം മാത്രം ആദ്യം 3 ദിവസം മാത്രമേ സി വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം സി ലെഫ്റ്റ് അടിക്കുന്നു. അപ്പോൾ സീൻ്റെ എഫിഷ്യൻസി താഴെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വരുന്നത് ജസ്റ്റ് 4 + 6, ദാറ്റ് ഈസ് അല്ല, സീൻ്റെ എഫിഷ്യൻസി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് 6 + 5, ദാറ്റ് ഈസ് 11 മാത്രം മതി താഴെ. ദാറ്റ് ഈസ് 60 + 20 80, 80 - 12 68, 68/11 ആൻസർ. 68/11 ഓപ്ഷൻ ഉണ്ടോ, ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ബി സി ക്യാൻ ഡു എ വർക്ക് ഇൻ 10, 12, 15. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര, ടോട്ടൽ വർക്ക് വരുന്നത് 60. ഓക്കെ, 60. ഇനി എഫിഷ്യൻസി എടുത്ത് കാണിച്ചു തരാം. ദാറ്റ് ഈസ് എൻ്റെ എത്ര വരുന്നത് 10 ഇൻറ്റു 6 ആണ്. ബീൻ്റെ എത്ര വരുന്നത് 12 ഇൻറ്റു 5 ആണ്. ഓക്കെ, ഇനി സീൻ്റെ എത്ര വരുന്നത് 15 ഇൻറ്റു 4 ആണ്. ഓക്കെ, സെറ്റ്. ദേ ബിഗിൻ ദ വർക്ക് ടുഗദർ ബട്ട് ആഫ്റ്റർ 4 days ബി ലീവ്സ്. ഞാൻ പറഞ്ഞു ആഫ്റ്റർ 4 days, തുടക്കത്തിലുള്ള 4 ദിവസത്തിന് ശേഷം ആഫ്റ്റർ എന്ന് വെച്ചാൽ മൈനസ് ചെയ്യണം. ബി ആണ് ലെഫ്റ്റ് അടിക്കണേ. ഓക്കെ, ബി ലീവ്സ്. ഓക്കെ, ബി എഫിഷ്യൻസി എത്ര 5, 4 ഇൻറ്റു 5. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ബിഫോർ 3 days സി ലീവ്സ്. അപ്പോൾ +3 ഇൻറ്റു സിയുടെ എഫിഷ്യൻസി എന്നത് 15 ആയിരുന്നു. 15 അപ്പോൾ 4 ആയിരിക്കുള്ളൂ ബൈ 4. ഓക്കെ, ഞാൻ താഴത്തെ കേസ് പറഞ്ഞു. ഇവിടെ ആരും ലീവ് അടിക്കണത് ബി ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി താഴെ ആഡ് ചെയ്യാൻ പാടും ഇല്ല. അപ്പോൾ 6 + 4 10 ആയിരിക്കണം താഴെ. ആൻഡ് ദാറ്റ് വിൽ ബി 60 - 20 40 + 12, ദാറ്റ് ഈസ് 52/10. 52/10 ദാറ്റ് ഈസ് 26/5. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് നോക്ക്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.